ശബരിമലയിലേത് വലിയ ക്രമക്കേടെന്ന് സുപ്രീം കോടതി. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിന് കോടതിയുടെ വിമർശനം. ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ റദ്ദാക്കണമെന്ന കെ പി ശങ്കർദാസിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് ഹൈക്കോടതി 6 ആഴ്ച കൂടി സാവകാശം നൽകി. വലിയ ക്രമക്കേടാണ് ശബരിമലയിൽ സംഭവിച്ചത്. നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല. സ്വർണ്ണക്കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗങ്ങളായിരുന്നവർക്കും ഉത്തരവാദിത്വമുണ്ടെന്നും സുപ്രീം കോടതിയുടെ വിമർശനം. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രം താങ്കളോട് അനുകമ്പയുണ്ടെന്നും ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിനോട് സുപ്രീം കോടതി. ഹൈക്കോടതി വിധിയിലെ പരാമർശം റദ്ദാക്കണമെന്ന കെ പി ശങ്കർദാസിന്റെ ആവശ്യം സുപ്രീം കോടതി അതിവേഗം തള്ളി. അഭിഭാഷകന്റെ ആവശ്യങ്ങളൊന്നും സുപ്രീം കോടതി പരിഗണിച്ചില്ല. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നായിരുന്നു SITയോട് ഹൈക്കോടതിയുടെ ചോദ്യം. എൻ വാസു ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിലായിരുന്നു കെ പി ശങ്കർദാസിന്റെ ഹർജിക്കാധാരമായ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് ഹൈക്കോടതി 6 ആഴ്ച കൂടി സാവകാശം നൽകി. SIT ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരായി അന്വേഷണ പുരോഗതി സംബന്ധിച്ച് വിശദീകരണം നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ജനുവരി 19-ന് SIT ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുമാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.